ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ നൂൽപുട്ടോ പൊറോട്ടോ ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് കറിയാണ്. നമ്മൾ സാധാരണ വയ്ക്കുന്ന ഉരുളക്കിഴങ്ങ് കറിയിൽ ശകലം വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റോടു കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റും കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി വെച്ചാലോ? പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അധികം സമയമൊന്നും വേണ്ടേ. അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ ശേഷം ഇതുപോലെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. ആദ്യം നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ഉടഞ്ഞ് വഴണ്ട് വരണ്ട, എന്നാൽ വഴണ്ട് വരികയും വേണം. അതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഒന്ന് വഴണ്ട് വന്ന ശേഷം നമ്മളെടുത്ത് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വഴണ്ട ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 സ്പൂണ് കശ്മീരി മുളക് പൊടി. ഇത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ തന്നെ വഴറ്റിയെടുക്കണേ. ഈ മസാലയുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ വഴറ്റിയെടുത്താൽ മതിയേ. ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കാമേ. വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്ത്, അല്ലെങ്കിൽ 3 4 എടുക്കാമേ. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളമല്ലേ, ചൂടുവെള്ളം വേവാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാമേ. എന്തോരം വെള്ളം ആവശ്യമുണ്ട് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനിയും വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എന്തോരം ഉപ്പ് വേണം അതനുസരിച്ച് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വെന്ത ശേഷം കുറവാണെങ്കിൽ നമുക്ക് അന്നേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഒരു വിസിൽ കേട്ടാൽ മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വേവാൻ വയ്ക്കാമേ. അത് വെന്ത് വരട്ടെ. അപ്പോൾ ദാണ്ട ഒരു വിസിലടിച്ചപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഇതിനകത്ത് ഗ്രേവി ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തെങ്കിലും മസാല കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശകലം മാറ്റി വെച്ച ശേഷം വേണം കേട്ടോ മല്ലിയില ഇട്ട് കൊടുക്കാൻ. മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മസാല കുറവാണ്. അപ്പോൾ ശകലം ഗരം മസാലയും ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചാറുണ്ടെന്നുണ്ടെങ്കിൽ ശകലം പറ്റിച്ച ശേഷം വേണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എന്നിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ് വരും കേട്ടോ. അപ്പോൾ 1/4 പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തിളപ്പിക്കണ്ട. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ.
നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി മല്ലിയിലയും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. തക്കാളി ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താണ് തടുക്കാപ്പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 3-4 ചുവന്നുള്ളി അരിഞ്ഞതും കരിയാപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്ന ശേഷം 1/4 ടീസ്പൂണിന് താഴെ ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോവല്ലേ. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇത് ഇട്ട മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഇളക്കണ്ട, ഒന്ന് അടച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ ഈ കറിയുടെ കൂടെ ഉണ്ടാക്കിയേക്കുന്ന പാലപ്പം ആട്ടോ. അപ്പോൾ പാലപ്പം കൂടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തക്കാളി ചേർക്കാത്തത് കൊണ്ട് നല്ല ടേസ്റ്റാട്ടോ. തക്കാളി ചേർക്കണം നിർബന്ധമില്ല ഈ കറിക്ക്, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായിട്ട് തേങ്ങാപ്പാലിലുണ്ടാക്കിയ ഉരുളക്കിഴങ്ങറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്, കറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ, താങ്ക് യു.